മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തയാണ് അമേരിക്കയിലെ ഇൻഡ്യാനയിൽ നിന്ന് പുറത്തു വരുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ ക്രൂരമായ അവഗണനയെ തുടർന്ന് 2 വയസ്സുകാരൻ പട്ടിണി കിടന്ന് മരിച്ചു. വിശപ്പ് സഹിക്കവയ്യാതെ സ്വന്തം ഡയപ്പറും ചുമരിലെ ഡ്രൈവാളും കുഞ്ഞ് കഴിച്ചതായാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി മാതാപിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിക് റിച്ചാർഡ് എന്ന 2 വയസ്സുകാരനാണ് മാതാപിതാക്കളുടെ ആഡംബര ജീവിതത്തിന് നടുവിൽ ദാരുണമായി മരണപ്പെട്ടത്. മൃതദേഹം കണ്ടെത്തിയപ്പോൾ കുട്ടിക്ക് വെറും 7 കിലോ മാത്രമായിരുന്നു തൂക്കമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പട്ടിണിയും നിർജ്ജലീകരണവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇൻഡ്യാനയിലെ ആ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടത്. കുട്ടി മരിച്ച് ഏകദേശം 14 മണിക്കൂറിന് ശേഷമാണ് പിതാവ് 911-ൽ വിളിച്ചത്. ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു. മരണസമയത്ത് വെറും 7 കിലോ മാത്രമായിരുന്നു ആ 2 വയസ്സുകാരന്റെ തൂക്കം. ദീർഘകാലമായുള്ള പട്ടിണിയും നിർജ്ജലീകരണവും കുട്ടിയുടെ ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കിയിരുന്നു. കുട്ടിയുടെ ശരീരമാസകലം പ്രാണികൾ കടിച്ച പാടും വ്രണവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ക്രൂരമായ വസ്തുത വിശപ്പ് സഹിക്കവയ്യാതെ കുഞ്ഞ് സ്വന്തം ഡയപ്പറിന്റെ കഷ്ണങ്ങളും ചുമരിലെ ഡ്രൈവാളും കടിച്ചു കഴിച്ചു എന്നുള്ളതാണ്. കുട്ടികളെ താമസിപ്പിച്ചിരുന്ന മുറി മാലിന്യങ്ങളും മലമൂത്ര വിസർജനവും കീറുതുണികളും കൊണ്ട് നിറഞ്ഞ് അങ്ങേയറ്റം വൃത്തിഹീനമായിരുന്നു. മാതാപിതാക്കളുടെ മനഃപൂർവ്വമായ അവഗണനയാണ് ഇവിടെ തെളിയുന്നത്. കുട്ടികൾക്ക് നഗരതുല്യമായ സാഹചര്യത്തിൽ പട്ടിണി കിടത്തിയ അതേ വീട്ടിൽ മാതാപിതാക്കളായ ട്രെവർ റിച്ചാർഡ് ഹെയ്സും കാതറിൻ കാർട്ടറും താമസിച്ചിരുന്ന മുറി തികച്ചും വൃത്തിയുള്ളതും ആഡംബരം നിറഞ്ഞതുമായിരുന്നു. തങ്ങളുടെ ആസ്വാദനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാൻ കുഞ്ഞുങ്ങളെ ഒരു തടവറയിൽ എന്ന പോലെ ഉപേക്ഷിച്ച ആ മാതാപിതാക്കളുടെ ക്രൂരതയുടെ ആഴമാണ് ഓരോ തെളിവുകളും വ്യക്തമാക്കുന്നത്. ഈ അതിക്രൂരമായ സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളായ ട്രെവർ റിച്ചാർഡ് ഹെയ്സ്, കാതറിൻ കാർട്ടർ എന്നിവരെ ടൈൽ സിറ്റി പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ കുട്ടികളോടുള്ള ക്രൂരത ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. മകൻ മരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം വിവരമറിയിച്ച പിതാവിന്റെ നടപടിയും വീട്ടിലെ ആഡംബര സാഹചര്യങ്ങൾക്കിടയിൽ കുഞ്ഞിനെ പട്ടിണി കിട്ടതും ഇവർക്കെതിരെയുള്ള കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മരിച്ച എറിക് റിച്ചാർഡിനെ കൂടാതെ മറ്റു 2 കുട്ടികൾ കൂടി ആ നരകതുല്യമായ വീട്ടിലുണ്ടായിരുന്നു. സംഭവത്തിന് പിന്നാലെ അധികൃതർ ഇടപെട്ട് ഓരോ കുട്ടികളെയും അടിയന്തരമായി അവിടുന്ന് മാറ്റി പാർപ്പിച്ചു. എന്നാൽ ഇവരിൽ ഒരാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. കഠിനമായ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം ആ കുട്ടി ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സംരക്ഷണയിലുള്ള കുഞ്ഞുങ്ങളെ ഇത്രയും ക്രൂരമായി അവഗണിച്ച മാതാപിതാക്കൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് പ്രോസിക്യൂഷൻ. ആധുനിക സമൂഹത്തിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്നത് ലോകത്തെ ആകെ ലജ്ജിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമവും അവഗണനകൾക്കുമെതിരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഇത്രയും മൃഗീയമായ ക്രൂരത ഉണ്ടാകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എറിക് റിച്ചാർഡ് എന്ന കുഞ്ഞിന്റെ മരണം ലോകത്തിന് നൽകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത വേദനയും ഒപ്പം വലിയൊരു പാഠവുമാണ്.